ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല, കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത്, പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം, ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കാം. നമുക്ക് മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതായിരിക്കുമ്പോൾ ആരോടെങ്കിലൊക്കെ ഇഷ്ടം വരാം, വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല, RCSC നമ്മുടെ കൂട്ടർ തന്നെ ആയിരിക്കണം, അല്ലാത്തതുമായിട്ട് വരണ്ട, സമ്മതിക്കത്തില്ല. അപ്പം സ്നേഹം പ്രണയം എന്ന് പറഞ്ഞത് ഏറ്റവും ഒത്തു നിൽക്കേണ്ടൊരു ഇതാണ്. രണ്ടു പേരുടെ മനസ്സിൻ്റെ അവരുടെ അടുപ്പമാണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ ഒരു പക്ഷേ വരുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാണ് മതങ്ങൾ തമ്മിൽ അതിനോട് എന്തിനാണ് അത്ര വിരോധം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു വിക്ടിം വല്ലതും ആണോ? അല്ല, പോസിറ്റീവ് സെൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചോദിച്ചിനകത്ത് കുറച്ച് ഇന്നത്തെ യൂത്തിൻ്റെ വോയിസ് ആണ് കേട്ടത്. റേനുവിൻ്റെ വായിലൂടെ ഇപ്പോൾ ഒരുപാട് കയ്യടി വീഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം അവർക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. ഞാൻ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സിനെയൊക്കെ ബഹുമാനിക്കുന്നു. സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു സിമ്പിൾ ചോദ്യം, ഇതിനുപരിയായ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയും ലെവലിൽ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് അയാളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്, നമ്മൾ തമ്മിൽ എവിടെയൊക്കെ കോമ്പാറ്റബിൾ ആകുന്നുണ്ട്, എവിടെയൊക്കെ ചേർന്ന് പോകുന്നുണ്ട്, ഇഷ്ടങ്ങൾ ലൈക്സ് നമ്മൾ നോക്കും, ഒരേപോലെയൊക്കെ ചേർന്ന് പോകും. എൻ്റെ അത്ഭുതം എന്താണെന്നറിയാമോ? അത്തരം ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് എൻ്റെ ദൈവവിശ്വാസം വരാത്തത്? എൻ്റെ ദൈവവിശ്വാസം എന്താണ് ആ ഇഷ്ടങ്ങളിൽ വരാത്തത്? ഞാൻ അറിഞ്ഞ ദൈവം ഒരു റിയാലിറ്റിയാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ആ റിയാലിറ്റിയെ ആളും അംഗീകരിക്കണമെന്ന് സ്വാഭാവികമായി, തീവ്രവാദമല്ല, വർഗീയതയല്ല, സ്വാഭാവിക ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് ഇഷ്ടം വരുന്നു. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ആൾ ഇഷ്ടപ്പെടണമെന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഫെയ്ത്തിൽ വളരണമെന്നും ആ ഒരു പ്രയോറിറ്റി ഫീൽ ചെയ്യാത്തിടത്ത് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് ഫീൽ ചെയ്യുന്നവർ അതങ്ങനെ കാണട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ. അതായത് എൻ്റെ പ്രയോറിറ്റി അതിനകത്ത് പ്രശ്നം ഒരു പെരിഫറൽ സ്പിരിച്വാലിറ്റി ജീവിക്കുന്നവർക്ക്, ഫ്ലെക്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന, എന്തും ചിന്തിക്കുന്ന സ്പിരിച്വാലിറ്റി ഇത് വിഷയമേ അല്ല. പക്ഷെ എൻ്റെ പപ്പ എന്ന പോലെ ദൈവത്തെ റിയലൈസ് ചെയ്ത ഒരാൾക്ക് എൻ്റെ പപ്പായെ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മാനിക്കണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ അറിഞ്ഞ ദൈവത്തെ എൻ്റെ ഭാര്യയെ മാനിക്കണമെന്ന് ചിന്തിച്ചു പോകുന്നത്. അതിനവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല, അതിനെ മാനിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയാറുള്ളത്, പല കേസിലും ഞാൻ ഇത്തരം കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ഡ്യൂപ്ലിസിറ്റി ഫീൽ ചെയ്യുന്നത്, പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല, കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത്, പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ മതം മാറില്ല, എൻ്റെ വിശ്വാസം മാറില്ല. ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കാം. നമുക്ക് അത്രയെങ്കിലും ഒരു മിനിമം മര്യാദ ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ കാര്യം, അവരുടെ വിശ്വാസം ജീവിക്കാൻ അനുവദിക്കുക. പക്ഷെ ഇഷ്ടത്തിനെയും സ്നേഹത്തിനെയും പ്രണയത്തിനെയും നമുക്കൊരു കാലത്തും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, അത് സംഭവിച്ചു പോകും. പറഞ്ഞാൽ ഒരാളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതേ ഉള്ളൂ. ഒരാളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രണേതാക്കളിൽ ഒരാളുടെ ഇഷ്ടം പെൺകുട്ടിക്ക് ദൈവം എന്തായാലും കുഴപ്പമില്ല, എനിക്കിവനെ കെട്ടിയാൽ മതി. പക്ഷേ ചിലപ്പോൾ ആൺകുട്ടിക്ക് ദൈവവും വേണം, ഇവനും വേണം, ഇവളും വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഫ്ലെക്സിബിൾ ആകുന്നത് പെൺകുട്ടിയായിരിക്കും ആ സിറ്റുവേഷനിൽ. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ഇവിടെ ഒരു കോമൺ നോമൊന്നുമില്ല. രണ്ട് മതങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഈ പാർട്ടിയാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് കോമൺ നോമൊന്നുമില്ല. സംഭവിക്കുന്നത് അതിലാരാണോ അയാളുടെ സ്പിരിച്വാലിറ്റിയെ കുറേ കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, അങ്ങോട്ട് മറ്റേ ആൾ ഫ്ലെക്സിബിൾ ആകുകയാണ്. ആ ഫ്ലെക്സിബിൾ ആകുന്ന ആൾ മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ഹീ ഈസ് മോർ വൾണറബിൾ. കുറേ കൂടി ഇയാളിലേക്ക് അറ്റാച്ച്ഡായി ദൈവത്തേക്കാൾ. കുറേ ആൾക്കാർ ദൈവത്തിലേക്കാണ് കൂടുതൽ. എന്നുവെച്ചാൽ ദൈവം റിയാലിറ്റി ആയിപ്പോയി അവർക്ക്. അത് ഞാൻ പറഞ്ഞില്ല, തീവ്രവാദം അല്ലത്, ഫനാറ്റിസം അല്ല, ദൈവം റിയാലിറ്റി ആയവർക്ക് എങ്ങനെ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ ചോദ്യം.